ഹായ്, ഞാൻ ഇപ്പോ ഇന്റർവ്യൂവിലേക്ക് പോവാണ്. അങ്ങോട്ട് പോവാന്ന് വെച്ചാൽ കുറെ നടക്കാനൊക്കെ ഉണ്ട്. പിന്നെ മെട്രോ ബസ്സിലേക്കാണ് പോവാ. അങ്ങനെ കയറി പോയാലേ എന്തെങ്കിലും സേവിങ് ആക്കാൻ പറ്റുള്ളൂ. ഊബറൊക്കെ പിടിച്ചു പോവാൻ പെട്ടെന്ന് എത്താൻ പറ്റും. പക്ഷേ ഊബറിന് ഫെയർ അധികം ഉണ്ടായത് കൊണ്ട് മെട്രോ ബസ്സിലാകുമ്പോ ഫ്രീ ആയിട്ട് പോകാൻ പറ്റും. ബസ് സ്റ്റേഷനിലേക്കാണ് നടന്നു പോകാണ്ടിരിക്കുന്നത്. നല്ല ചൂടാണ് ഏട്ടാ, നല്ല ചൂടാണ്. ഇപ്പോ ഞാൻ ഇവിടെയാണ് നോർമലായിട്ട് ഇങ്ങനെ വെയിറ്റ് ആക്കുക ബസ്സിന് വേണ്ടി. ഇവിടെ ആകുമ്പോ കുറച്ച് തണുപ്പ് ഇങ്ങനെ നല്ല കവറാക്കാൻ പറ്റും. 15 മിനിറ്റിനൊരു ബസ് ഉണ്ടാവും. ഞാൻ ഈ വണ്ടിയിലേക്ക് കയറുമ്പോ വണ്ടിയിലൊരു മലയാളികൾ ഉണ്ടാകുമ്പോ നമുക്ക് വീഡിയോ പറ്റില്ല. അപ്പൊ ഞാൻ ഖത്താറിലൊക്കെ വ്ലോഗ് എടുക്കുന്നെങ്കിൽ പ്രശ്നമില്ല. എന്തെന്ന് വെച്ചാൽ വേറെ നാട്ടുകാരായതുകൊണ്ട് നമ്മളെന്ത് സംസാരിക്കുന്നു അവർക്ക് മനസ്സിലാവില്ല. പിന്നെ നമ്മളത് നാട്ടുകാരാകുമ്പോ നമുക്ക് എന്തോ പോലെ. ഇപ്പോ ലൊക്കേഷൻ അടുത്തെത്താറായി. ഇന്നൊരു വണ്ടിയിലും പോകാറുണ്ട്, ഇന്നൊരു ബസ്സും കൂടി കയറി പോകാനുണ്ട്. ഞാനേ ഇപ്പോ ഊബറിലേക്ക് പോകാൻ വേണ്ടി നോക്കിയതാണ്. അപ്പൊ ഇയാൾ പറഞ്ഞ് ഞാൻ കൊണ്ടാക്കാം. പിന്നെ ഊബറിൽ പോന്നെങ്കിലാണ് ഏകദേശം 5 റിയാൽ തന്നെ ഉള്ളൂ. ഇയാൾ പറഞ്ഞ് 5 റിയാൽ. 5 റിയാൽ റൈറ്റ്. 5 ريال 5 ريال ما في 5 مشكلة ريال ما في صديق مشكلة. هذا صديق good رمضان كريم good Ramadan رمضان offer. كريم Ramadan offer 5 أوف ريال. أوفر يا Just meet this guy. This will help you. Very very low fare. Okay. This guy. This is the car. Okay. I'm just going for an interview. I have interview. هذا اللوكيشن Okay. Okay, I will show my location. Location ഇതാണെന്ന് അവൻ പറഞ്ഞത്. പക്ഷേ ചോദിച്ചു നോക്കാം. മൊത്തം ബിൽഡിംഗ് ആണ് ഇവിടെ. ലൊക്കേഷൻ നോക്കി അടിപൊളി ലൊക്കേഷൻ ഏട്ടാ. ഞാൻ ഓന്റെ അടുത്ത് ഊബറിൽ വരാൻ വേണ്ടി നോക്കി. ഊബറിൽ 10 റിയാൽ 5 റിയാലൊക്കെ കാണിക്കും. അപ്പൊ ഓന്റെ അടുത്ത് പറഞ്ഞിട്ടാകുമ്പോ ഓൻ 10 റിയാൽ ആദ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞു 5 റിയാൽ എന്തെങ്കിലും വരാന്ന്. എന്നിട്ട് ഓൻ ഓക്കെ പറഞ്ഞു. ഇതിന്റെ അകത്താണെന്ന് തോന്നുന്നു. ചോദിച്ചു നോക്കാം. അടിപൊളി ലൊക്കേഷൻ ഏട്ടാ. പണി കിട്ടിയാ കൊള്ളാം. ജസ്റ്റ് ഒന്ന് ട്രൈ ആക്കി നോക്കാന്ന്. ഇവിടെ ആളുണ്ടോ എന്റെ അടുത്ത് ചോദിച്ചാ എന്തേ എപ്പിക് തേർഡ് ഫ്ലോർ ആണ്. അകത്തേക്കും തേർഡ് ഫ്ലോറും ജസ്റ്റ് നർവസ് ഒക്കെ ആണെന്നുണ്ട് ഏട്ടാ. ബിൽഡിംഗ് ഒക്കെ അടിപൊളി സെറ്റപ്പാണ്. വൺ സെറ്റപ്പാണ്. സെക്കൻഡ് ഫ്ലോർ കുടുങ്ങി ഗൈസ്. ഞാനേ 1 മണിക്കാണ് വരാൻ പറഞ്ഞത്. ഞാനപ്പോ 12:54 ആയിട്ടുള്ളൂ. 11:54 ആയിട്ടുള്ളൂ. അപ്പോ ഞാനിപ്പോ ഊബറിൽ വന്നത് കൊണ്ടാണ് പെട്ടെന്ന് എത്തിയത്. ഞാൻ വണ്ടിയിൽ വരാമെന്ന് വിചാരിച്ച്, പക്ഷെ ബസ്സിൽ വരാമെന്ന് വിചാരിച്ച്. ബസ്സിൽ വന്ന അവിടുന്ന് പിന്നെ ഇങ്ങോട്ട് നടക്കണം ബസ് സ്റ്റേഷനിൽ. ഈ നോമ്പ് പിടിച്ച് നടക്കുന്നതിന് പകരം ജസ്റ്റ് ഊബറിൽ വരാമെന്ന് വിചാരിച്ചു 5 റിയാലിന്. അപ്പോൾ 1 മണിക്കൂറുണ്ട്. എന്ത് ചെയ്യാനെന്ന് പള്ളി തേടി പോവാം. പള്ളിയിൽ പോയിട്ടിരിക്കാന്ന്. നല്ല ചൂടാണ് ഇവിടെ. പക്ഷെ ബിൽഡിംഗ് ഒക്കെ നല്ല ബിൽഡിംഗ് ആണ്, കാണാൻ നല്ല രസമുണ്ട്. അടുത്ത പോലെ വില വില വണ്ടിയും. ഞാനേ ഇപ്പം ഇങ്ങോട്ട് ഇന്റർവ്യൂക്ക് പോയി. സംഭവം അവർ ക്യാഷ് സാലറി ചോദിച്ചു എത്രയാണെന്ന്. ഞാൻ സാലറി കുറച്ച് പണ്ട് ഫേസിന്റെ എക്സ്പ്രഷനൊക്കെ മാറി. അത്ര ഒന്നും കൊടുക്കാൻ ഇതില്ലാത്ത ഒന്നും. പിന്നെ ഈ ബിൽഡിങ്ങും സെറ്റപ്പ് ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ച് സാലറി തരുമെന്ന്. ഞാനൊക്കെ ഏകദേശം ഒരു റേഞ്ചിലാണ് നോക്കാൻ പോയത്, 4000. പക്ഷെ അത്രയും കൊടുക്കാൻ അവർക്ക് പ്രശ്നമില്ല. ഒരു എക്സ്പീരിയൻസ് ആയി. പിന്നെ CV ഞാൻ ഒരു ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു. CV
ചേഞ്ചസ് വരുത്തണമെന്ന്. അപ്പൊ ഞാൻ മുമ്പുണ്ടായ CV അല്ലേ, ഞാൻ മുമ്പ് CV അയച്ചു കൊണ്ടപ്പോ ഷോർട്ട് ലിസ്റ്റ് ഒന്നും ആയില്ല. ഇപ്പോ ഷോർട്ട് ലിസ്റ്റ് ഒക്കെ ആവാൻ പറ്റും. അത് ATS ഫ്രണ്ട്ലി CV പ്രിപ്പയർ ആക്കണം. എനിക്കിപ്പോൾ അങ്ങോട്ട് പോകണം മെട്രോയിലൂടെ. ഇന്റർവ്യൂ വന്നിട്ട് സെലക്ട് ആയില്ലെങ്കിൽ കാശ് വേസ്റ്റ് ആവും. അപ്പോൾ ഫ്രീ ആയിട്ട് പോകാൻ പറ്റുമെന്ന് നോക്കാം. മെട്രോ ഓടുന്ന തൊട്ടടുത്തൊന്നും കാണുന്നില്ല. എടുത്ത് ചോദിച്ച് നോക്കാം എവിടെയാണ് മെട്രോ. പിന്നെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞു. അപ്പോൾ ഈ ചൂടത്തെ ഇന്റർവ്യൂ പോകാമെന്ന് വെച്ചാൽ ഈ നോമ്പും പിടിച്ച നല്ല പാഠം കിട്ടാം. ഇന്റർവ്യൂ സെലക്ട് ആയില്ലെന്നറിയില്ല, പക്ഷേ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഓർക്ക് അധികം സാലറി ഒന്നും തരാൻ പറ്റില്ല, പിന്നെ കുറഞ്ഞ സാലറിക്ക് പണിയെടുക്കണം. ഞാൻ അന്ന് പറഞ്ഞു വന്നു. അപ്പോൾ CV അയക്കുമ്പോൾ നിങ്ങൾ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ ATS ഫ്രണ്ട്ലി CV ആണോ അങ്ങനെ നോക്കി അയക്കാം. കാരണം അതിൻ്റെ മുമ്പ് ഞാൻ ഇങ്ങനെ നോർമലായിട്ട് ഒരു CV കളർഫുൾ CV വെച്ചുകൊണ്ടിരുന്നു. അപ്പോൾ ഇങ്ങനെ വിളിയൊന്നും വരാറില്ലായിരുന്നു. പിന്നെ ചെറിയൊരു മാറ്റം വരുത്തിയിട്ടാകുമ്പോഴാണ് ഇങ്ങനെ CV ഇൻ്റർവ്യൂ ഷോർട്ട് ലിസ്റ്റ് ആവാൻ തുടങ്ങിയത്. എത്തി മക്കളെ, ലൊക്കേഷൻ എത്തി. ഈ ചൂടത്ത് പണിയെടുക്കുന്ന ആൾക്കാരെ സമ്മതിക്കുന്നു. ഒരു റൗണ്ട് പോയി വരുമ്പോൾ തന്നെ ക്ഷീണമാണ് നമുക്ക്. ഇപ്പോൾ റൂമിലേക്ക് എത്തുമ്പോഴാണ് ഒരു സുഖം. അടുത്തെത്തിയപ്പോൾ ഇവരൊറ്റ കാടുള്ളത് കൊണ്ട് ഖത്തറിൽ അങ്ങോട്ട് കറങ്ങുന്നെങ്കിലും വലിയ ചിലവൊന്നുമില്ല കേട്ടോ. പിന്നെ ഞാൻ ഇൻ്റർവ്യൂ കഴിഞ്ഞിട്ട് ആ ലൊക്കേഷനിൽ മെട്രോ വണ്ടിയില്ല. അപ്പോൾ ഒരു തമിഴൻ ചങ്ങായി ഉണ്ട്. ആ ചങ്ങായി പറഞ്ഞ് എൻ്റെ അടുത്ത് സംസാരിച്ച്. അപ്പോൾ അവൻ പറഞ്ഞ് കാർ ബുക്കാക്കിയാൽ ഇങ്ങോട്ട് വരും. മെട്രോ ആപ്ലിക്കേഷൻ ഉണ്ട് കാർവ, അതിൽ പോയിട്ട് ബുക്കാക്കിയാൽ ഇങ്ങോട്ട് കാർ വരും. അപ്പം അങ്ങനെ ബുക്കാക്കി എന്നിട്ട് സ്പോർട്സ് സിറ്റിയിൽ വിട്ട് ഇന്ന് ആകെ 5 രൂപയിൽ ഒരു ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്തിരുന്നു. അപ്പോൾ എല്ലാവർക്കും നന്ദി മാത്രം. അടുത്ത വീഡിയോ കാണുന്നത് വരെ